powered by Devon Foods, Mighty Future in association with KSFE. Hello, Echumanur! അമൃത ആഘോഷം 2025 ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇത്രയും ഒരു പഞ്ചിൽ സ്വാഗതം ചെയ്യുമ്പോൾ ഞാൻ വിചാരിക്കുന്ന കോട്ടയംകാരുടെ ഒരു കയ്യടിയാണ് തിരിച്ച്. താങ്ക് യു സോ മച്ച്. ആദ്യമേ ഒരു കാര്യം പറയാം, ഓണം നമ്മളിങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ശരിക്കും പറഞ്ഞാൽ അമൃത ആഘോഷം എന്ന് പറയുന്നത് ഒരു വലിയ ഗ്രാൻഡ് ആഘോഷമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങളിപ്പോൾ എത്തി നിൽക്കുന്നത് ഏറ്റുമാനൂരാണ്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ ഓണ ആഘോഷം ഒന്നും അങ്ങനെ അടിപൊളിയായിട്ട് പോവില്ല. 1 by 1 ആയിട്ട് ആഘോഷിക്കാനാണ് ഞാൻ ഫുൾ പവറിൽ എത്തിയിരിക്കുന്നത്. അതുപോലെ നിങ്ങളും സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങൾ ഉൾപ്പെടെ ഇവിടെ എൻജോയ് ചെയ്യുള്ളൂ. ചിരിക്കാനാണോ എല്ലാവരും വന്നേക്കുന്നേ? ആഘോഷിക്കാനാണോ വന്നേക്കുന്നേ? അപ്പൊ നമ്മൾ അങ്ങോട്ട് അർമാദിക്കാണ്. അപ്പം ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു അമൃത ആഘോഷം 2025. ആദ്യം തന്നെ ഓണമായി കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും ഓണപ്പാട്ടുകളിലേക്ക് പോകും. അത് കഴിഞ്ഞാൽ പിന്നെ ഓണ വിഭവങ്ങളാകും. അങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണല്ലോ അല്ലേ? അങ്ങനെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ഓണപ്പാട്ടിൽ തന്നെ ആദ്യം തുടങ്ങിയാലോ? എന്ത് പറയുന്നു? പാട്ട് കേൾക്കാൻ ഇഷ്ടമാണോ നിങ്ങൾക്ക് എല്ലാവർക്കും? താങ്ക് യു സോ മച്ച്. എങ്കിൽ ഓണപ്പാട്ടുമായിട്ട് നമ്മൾ ആദ്യം തന്നെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് നമ്മുടെ സൂപ്പർ സ്റ്റാറിലെ നമ്മുടെ സ്വന്തം പാട്ടിന്റെ രാജാവ്, സംഗതികളുടെ രാജാവായ ശരത് സാറിനെയാണ്. ഈ ഒരു സോങ് വളരെ സ്പെഷ്യലാണ്. നിങ്ങൾക്കായിട്ട് സ്പെഷ്യലായിട്ട് ശരത് സാർ കമ്പോസ് ചെയ്തൊരു സോങ് ആണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ലെറ്റ്സ് വെൽക്കം ശരത് സാർ. നിറയോ നിറയോ അത്തായ പുര നിറയോ 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 പൊരിയോ പൊരിയോ പൊന്നോണപ്പും പൊരിയോ 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 പൊരിയോ. കതിരണി വയലിൽ നിറഞ്ഞു വിളഞ്ഞ മുത്തുകൾ ആരുമെതിച്ചേ, കതിരൊളി പൊഴിയും പുലരി അണിഞ്ഞു പൊന്നിതളോണമണഞ്ഞേ. നല്ലോണക്കാലമായി പുത്തുമ്പി കൂട്ടുകാരി, ഇതുവഴി വന്നാലെന്നു ഞാനില മനപ്പൂ വന്നു തൊട്ടുവരാം. ഓണം വന്നേ ഓണം വന്നേ മാവേലി മന്നല്ല തേരും വന്നേ, ഓണം വന്നേ ഓണം വന്നേ മാവേലി തമ്പ്രാന്റെ പൊന്നോണം വന്നേ. ആറന്മുള കായലിലെ വള്ളംകളി മേളം കണ്ടേ, തന്നോളം നീളം നല്ല നാക്കില്ലയിൽ സദ്യയുമുണ്ടേ. വരിയവിൽ പൂവടയും തിന്നാനെത്തും കുഞ്ഞിക്കിളി, വരു നാലും കുട്ടി തമ്പ്രാനൊപ്പം ഉണ്ണാമെന്നേ. ഒരു മണിച്ചപ്പിലി നെല്ലോളം ഇന്നോളം കാത്തൊരു പൊന്നു തരാം. ഓണം വന്നേ ഓണം വന്നേ മാവേലി മന്നല്ല തേരും വന്നേ, ഓണം വന്നേ ഓണം വന്നേ മാവേലി തമ്പ്രാന്റെ പൊന്നോണം വന്നേ. കതിരണി വയലിൽ നിറഞ്ഞു വിളഞ്ഞ മുത്തുകൾ ആരുമെതിച്ചേ, കതിരൊളി പൊഴിയും പുലരി അണിഞ്ഞു പൊന്നിതളോണമണഞ്ഞേ. തെളിച്ചോടി വന്ന് ഉള്ളിപ്പുലിയാട്ടം കണ്ടേ, ഹോയ് പൊന്നോണക്കോടി ചുറ്റി ഓണത്തപ്പൻ വില്ലടിച്ചേ. ഒരു ദിനം ഈ കരയിൽ വന്നാലൊന്നും ചൊല്ലാൻ വയ്യേ, കലിവിളയാട്ടമാണേ തമ്മിൽ തമ്മിൽ വെട്ടാണെന്നേ.
ഇനി അണഞ്ഞെന്നും ഈ മണ്ണിൽ അന്നത്തെ പോലൊന്നു നിന്നിടുമോ? ഓണം വന്നേ മാവേലി മണ്ണന്റെ തേരും വന്നേ. ഓണം വന്നേ മാവേലി തമ്പ്രാന്റെ പൊന്നോണം വന്നേ. കതിരണി വയലിൽ നിറഞ്ഞു വിളഞ്ഞ മുത്തുകൾ ആരുമെതിച്ചേ. കതിരൊളി പൊഴിയും പുലരി അണിഞ്ഞു പൊന്നിതളോണമണഞ്ഞേ. നല്ലോണക്കാലമായി പുത്തുമ്പി കൂട്ടുകാരി, ഇതുവഴി വന്നാലെന്നു ഞാലില മനപ്പൂ വന്നു തൊട്ടുവരാം. ഓണം വന്നേ മാവേലി മണ്ണന്റെ തേരും വന്നേ. ഓണം വന്നേ മാവേലി തമ്പ്രാന്റെ പൊന്നോണം വന്നേ. ഓണം വന്നേ മാവേലി തമ്പ്രാന്റെ പൊന്നോണം വന്നേ. ശരത് സാർ, ഗംഭീര കമ്പോസിഷൻ. താങ്ക് യു. അതിൽ ഈ ഇവരെ കാണാൻ പറ്റില്ല, നമ്മുടെ പുറകിലുള്ള ഡാൻസ് അവരൊക്കെ കഷ്ടപ്പെട്ട് ചെയ്തു. എങ്ങനെയുണ്ടായിരുന്നു ഡാൻസും ശരത് സാറിന്റെ പാട്ടും ഒക്കെ? താങ്ക് യു. ഇതിപ്പോ ഇനി എന്നാ കേൾക്കണ്ടേ? ഇപ്പൊ കറക്റ്റ് ആയില്ലേ? പിന്നെ ഓണം വിശേഷമൊക്കെ ഒന്ന് കേൾക്കട്ടെ. ശരത് സാറിന്റെ ഓണം വിശേഷം എപ്പോഴും ചെന്നൈയിലാണോ അതോ നമ്മുടെ ചെന്നൈയിലല്ല, ഇടയ്ക്ക് നാട്ടിലുണ്ട്. ആണ്. ഓണത്തിന് നാട്ടിലേക്ക് വരാറുണ്ടോ? നാട്ടിലേക്ക് വരെ എൻ്റെ വൈഫിനും മോക്കും ഈ ഒരു ഓണ വൈബ് കറക്റ്റായിട്ട് അവർക്ക് അറിഞ്ഞൂടാ. അവർ തമിഴ്നാട്ടിൽ തന്നെ ആയതുകൊണ്ട് നമ്മൾ സദ്യ ഉണ്ടോന്നുള്ള അല്ലാണ്ട് ഇവിടെ ഉള്ള ഓണ ചന്തയും അതൊക്കെ അവർക്ക് അറിഞ്ഞൂടാ. ഇപ്പോൾ ഒരു തവണ മോളെയും വൈഫിനെയും കൊണ്ടുവരണമെന്നുണ്ട് ഓണക്കാലത്ത്. ഞാൻ ഓണ സമയത്ത് അവർ വീട്ടിൽ തന്നെ ഉണ്ടാവും. ഓക്കെ, ഓണ വിഭവങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവം എന്നായിരിക്കും? രുചിയുള്ളതെല്ലാം. രുചിയുള്ള എല്ലാം എന്ന് പറയുമ്പോൾ നമ്മുടെ പൈനാപ്പിൾ കറിയൊക്കെ ഇഷ്ടമായിരിക്കും, പായസം ഇഷ്ടമായിരിക്കും. അതൊക്കെ ഇഷ്ടമാണ്. പായസം വല്ലാണ്ട് പറ്റത്തില്ല. എന്നാലും എന്റെ ഉള്ളിലുണ്ട്, ഷുഗർ ഉണ്ട്, അതുകൊണ്ട്. ഷുഗർ വരുന്നതിന് മുമ്പ് ഇഷ്ടമുള്ള പായസം എന്നായിരുന്നു? ഇല്ല, അടപ്രഥമൻ ഇഷ്ടം ആണ്. ഇവിടെ അങ്ങനെ ഒരു പായസ ചലഞ്ച് നടപ്പുണ്ട്. അപ്പൊ ആ ചലഞ്ചിൽ ഇതുപോലെ പായസം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയാം. വേണമെങ്കിൽ ടേസ്റ്റ് ചെയ്ത് നോക്കാം, പ്രശ്നമൊന്നുമില്ല. സൂപ്പർ സ്റ്റാർസിലെ കുട്ടി പാട്ടുകാരിലെ ഒരു താരത്തെ ഇങ്ങോട്ടേക്ക് വിളിച്ചാലോ? എന്ത് പറയുന്നു? വേദിയിലേക്ക് ഒരുപാട് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു ബദ്രി. നടനമുടു ചുടല നടുവിലിടി പടഹമിടയുമാറ് ഉടലുമുയിരുമെരി കനലിലുരുകിയൊരു മധുര രുധിരമാട്. അമ്മേ 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 കണ്ണീർ തെയ്യം തുള്ളും നെഞ്ചിൽ തീയായി നോവായാടി തളര്. മീനം പൊള്ളും വേനൽ തോറ്റം കൊള്ളും മണ്ണിൽ മെയ്യായി പൊയ്യായി മാറി ചൊരിയേ. ജീവനും നീ മായേ, പൂജിക്കും ദൈവം നീയേ, പൂമൊട്ടിൽ തേനും നീയേ, പുണ്യവും നീ തായേ. മുടിയുണര് മകുടമുണര്, മുടിയിലൊടു നിരയൊടു മുകിലുണര്, നടയുണര് നടനമുണര്, നടനമൊടു കൊടുമുടി അടിയിളക്. അമ്മേ 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 കണ്ണീർ തെയ്യം തുള്ളും നെഞ്ചിൽ തീയായി നോവായാടി തളര്.
ചിറയുണര് പടഹമൊടുടമരുകമുണരുണര് ചിടയുണര് കടകമുണര് ചടിതിതവ തുടുമിഴി തുടിവുണര് അമ്മേ 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 കണ്ണീർ തെയ്യം തുള്ളും നെഞ്ചിൽ തീയായി നോവായാടി തളര് നീനം കൊള്ളും വേനൽ തോറ്റം കൊള്ളും മണ്ണിൽ മെയ്യായി പൊയ്യായി മാറി ചൊരികെ ചടുല നടനമൊടു ചുടല നടുവിലിടി പടഹമിടയുമാറ് ഉടലും ഉയിരുമെരി കനലിലുരുകിയൊരു മധുര രുധിരമാട് അടവി ഞെട്ടിയുണരുന്ന ഗർജനവും അമരപാദമണിയുന്ന പൊൻതളയും ഉടലിലിട്ടൊരരു നാസ്തിമാലകളും ഇളകിടുന്ന ചിടപടലവും കൊടിയുമിടയും ഉഗ്ര നടനമാടുക എന്നമ്മേ. ബിൽമ അമൃതാഘോഷം 2025 പവർഡ് ബൈ ദേവൻ ഫുഡ്സ് മൈജി ഫ്യൂച്ചർ ഇൻ അസോസിയേഷൻ വിത്ത് KSFE. നമ്മൾ ഇനി അടുത്തത് ഓണപ്പാട്ടിൽ നമ്മൾ ഇങ്ങനെ ലയിച്ചിരുന്ന് കഴിഞ്ഞപ്പോൾ ഓണ വിഭവങ്ങൾ നമുക്ക് ഒരിക്കലും മറക്കാനാവാത്തൊരു സംഭവമാണ്. നിങ്ങൾക്കും അറിയാലോ, ഇവിടെ ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ട് നമ്മളൊരു ചലഞ്ച് നടത്തുന്നുണ്ട്, അതായത് നമ്മുടെ പായസം ചലഞ്ച്. അപ്പോൾ ഈ പായസത്തിന്റെ കാര്യം പറയുമ്പം അമൃത ടിവിയും പായസവുമായിട്ട് കണക്ഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊന്ന് ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ്. വീണ്ടും ആ 20 വർഷത്തിന്റെ തുടക്കകാലത്തിലേക്ക് ഞാൻ പോവുകയാണ്. ടേസ്റ്റ് ഓഫ് കേരള എന്ന് പറയുന്ന ഒരു ഷോ. ആ ടേസ്റ്റ് ഓഫ് കേരള പിന്നീട് ഒരു ചെറിയ അടുക്കളയിലായി. ആ അടുക്കളയിൽ നമ്മളെ ഭരിക്കാൻ വന്നത് ആരായിരുന്നു? നമ്മുടെ സ്വന്തം ആനി ചേച്ചി. അപ്പൊ ഇത്രയും വാചകം അടിച്ചു കഴിയുമ്പം ഒരു കോട്ടയംകാരിയായ ഞാൻ മാത്രമല്ല, മറ്റൊരു കോട്ടയംകാരിയും കൂടി ഇവിടെ വരണ്ടേ? ആ ഒരു സംസാരം നിങ്ങൾക്ക് ലൈവായിട്ട് കേൾക്കണ്ടേ? എങ്കിൽ വേദിയിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്തു നമ്മുടെ സുന്ദരിയായ ആനി ചേച്ചി. വൈകാശിക്കൊരു പച്ചപ്പന്തൽ പവിഴപ്പന്തൽ പന്തൽ കാണാൻ വന്നവനാരടിയേ ചെറുകിളികളയാട്ടി തെരുതിന് നെഞ്ചു വരും വരപൊട്ടി ഇളനീർ കേട്ടു വരുന്നവനാരടിയേ. ഓഡിയൻസ് ഇത്രയും നേരം കാത്തിരുന്ന നമ്മുടെ സ്വന്തം ആനി ചേച്ചിക്ക് വേണ്ടിയായിരുന്നു എന്നുള്ള മനസ്സിലായി. തൊണ്ട കീറി എന്തിന് ശരത്തേടെ പാട്ട് പാടിയിട്ട് പോലും ഇവിടെ ആരും കൈയടിച്ചില്ല. പക്ഷെ ആനി ചേച്ചി വന്നപ്പോ ഒന്നും കൂടെ കൈയടി പ്ലീസ്. ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. എൻ്റെ നാട്ടിൽ വന്നപ്പോൾ എൻ്റെ നാട്ടുകാരെ കാണുമ്പോഴും അല്ലേ, നമ്മുടെ വീട്ടിൽ വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം അത് നിറച്ചുണ്ട്. സത്യം കുറെ കാലത്തിന് ശേഷം ആണോ ഇങ്ങോട്ട്? അല്ല, ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്നിരുന്നു. എൻ്റെ അപ്പൻ്റെ അമ്മയുടെയും വീട്ടിലൊക്കെ എപ്പോഴും വരാറുണ്ട്. അപ്പൊ സത്യം പറഞ്ഞാൽ ഇവരൊക്കെ അല്ലേ എൻ്റെ ബലം. ആക്ച്വലി എനിക്കൊന്ന് നമ്മള് എത്ര കാലത്തിന് ശേഷമായിരിക്കും ഇപ്പൊ കോട്ടയത്തേക്ക് ഒരു ഓണാഘോഷമായിട്ട് ഇങ്ങനെ വരുന്നതെന്ന് എനിക്കൊന്ന് കുറെ ആയിട്ടുണ്ടാവും അല്ലേ? അത് ഒത്തിരിയായി. ഓണാഘോഷം ആഘോഷിക്കുന്നത് എനിക്ക് തോന്നുന്നു ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം കോട്ടയത്ത്. മറ്റേത് എന്നാന്ന് വെച്ചാ നമ്മൾ ഈ പറഞ്ഞ പോലെ കുഞ്ഞുനാളില് വന്നിട്ടല്ലേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഞാനും ഫസ്റ്റ് ടൈം ആട്ടോ. ആരെ ഈ പറയുന്നേ? കോട്ടയംകാരി തന്നെയായി. പക്ഷെ എന്നാന്നറിയോ, ഈ കോട്ടയത്ത് നമ്മളിങ്ങനെ ആഘോഷിച്ചാലും നമ്മൾ ട്രിവാൻഡ്രത്ത് ഈ ലൈറ്റും ഒക്കെ കാണുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ അതിലിങ്ങനെ ലൈറ്റ് പോകും. ഓരോ സ്ഥലത്തിനും ഓരോ രീതിയല്ലേ. തീർച്ചയായിട്ടും. ഇപ്പൊ നമ്മൾ അത് ഓരോരുത്തരെയും അപ്രീഷിയേറ്റ് ചെയ്യണം, അല്ലാതെ നമ്മൾ വകതിരിവ് പാടില്ല. ഒരിക്കലും ഇല്ല. എന്നാലും കോട്ടയം എന്ന് പറയുമ്പോ ഒരു പക്ഷെ വേറെ കാര്യമുണ്ട്, ഇത്രയും സ്ഥലങ്ങൾ ഉണ്ടായാലും ഓണം ആഘോഷിക്കാൻ നമ്മൾ എത്തിപ്പെട്ടത് എവിടെയാ? അത് തമ്പുരാന്റെ തീരുമാനം. അത് ഇവിടെ തന്നെയാ. കാരണം ഞങ്ങൾക്ക് അറിയാം ഇവിടുത്തെ ആൾക്കാരായിട്ട് ഓളം വെക്കാൻ പറ്റും. എത്രയായാലും കറങ്ങി തിരിഞ്ഞ് അവന്റെ പിന്നെ വീട്ടിലേക്ക് എത്തത്തുള്ളൂ. You said it. Correct. അല്ല, ഇതൊക്കെ ഉള്ളൂ ഈ ഓണാഘോഷമായിട്ട് പരിപാടിയൊന്നുമില്ലേ? അത് വേറെ പരിപാടിയൊക്കെ ഉണ്ട്. അത് മാത്രല്ല നിങ്ങൾക്ക് അവിടെ മറ്റേ പായസം ചലഞ്ചും ഇവിടെ പാറു
ഒരു മഴവില്ലിന്നേഴാം വർണ്ണം പോൽ തൂവൽ കവിളിണയിൽ നിന്മായാലാവണ്യം ഇന്നിടവഴിയിൽ നിന്നോമൽ കാൽത്താളം നീയാം സ്വരജതിയിൽ ഈ മൗനം വാചാലം സാധ്യരാഗങ്ങളേറ്റുപാടുന്നു ഭൂമിയും വാനവും സാക്ഷിയായി ഭാവുകങ്ങളേകുന്നു ശ്യാമമേഘങ്ങളും പവിഴമഴയേ നീ പെയ്യുമോ ഇന്നിവളെ നീ മൂടുമോ വെൺപനിമതിവളിലെ മലരുളി അഴകിലെ നാളങ്ങളിൽ എൻ കനവുകൾ വിതറിയ താരകങ്ങളെ കാണുവാൻ കാത്തു ഞാൻ ആരാവും പേരാ വേറേതോ ഊരാ ഉന്നാലെ സൂടാൻ എന്തൻ കാശ്മീരാ ആരാവും പേരാ വേറേതോ ഊരാ എൻ നെഞ്ചുക്കുള്ളേ ഏതോ കോളാരാ എൻ ரோஜா நீயா என் உயிரே நீயா என் அஞ்சலி நீயா கீதாஞ்சலி நீயா என் ரோஜா நீயா என் உயிரே நீயா என் அஞ்சலி நீயா கீதாஞ்சலி நீயா எதிர்கால பல்லவியா இசை சேர்க்காத கவிதை வரியா குழல் யாசிக்கும் புயலா நிழல் நேசிக்கும் உயிரின் நிழலா காஷ்மீரில் பொன் பனியா ஐ விரலிலே அக்கினி கனியா கூட்டிட்டிய விழியா என்னில் மோதும் வெண்ணில ஒளியா இந்த வான்மேகம் யார் என்று என் மோகம் மேல் என்று வேகம் சொல்வாயா ஆராவும் பேரா வேறேதோ ஊரா உன்னாலே சூடா எந்தன் காஷ்மீரா Saturday is coming meet me in the evening night full of drumming நமக்கு வேண்டாம் morning Saturday is coming meet me in the evening night full of drumming நமக்கு வேண்டாம் morning മിൽമ അമൃതാഘോഷം 2025 powered by Devon Foods, Mighty Future in association with KSFE. നമുക്ക് എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സിംഗർ ആണ് ഇവിടെ പാടാൻ വരുന്നത്. വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം അഞ്ജു ജോസഫ്. കൊളുത്തും തിങ്കളായി നിൽപ്പൂ നീ മാത്രം ആദ്യമായി കവിളിലേതോ കോവളപ്പൂക്കൾ
കരകസവും കൊണ്ടൊടുത്തും പുഴയുന്നൊരു നാടൻ പെണ്ണായോ കണിക്കൊന്നപ്പൂ മണിക്കമലണിഞ്ഞും പുളിയിലെ കരകസവും കൊണ്ടൊടുത്തും പുഴയുന്നൊരു നാടൻ പെണ്ണായോ കണ്ണാടിച്ചില്ലല തോൽക്കും ഇളനീരിൻ തീരാമധുരം എള്ളോളം നുള്ളിയെടുത്തോട്ടെ ഞാൻ മാറോളം മുങ്ങിനി വർന്നോട്ടെ നാട്ടുമാവിൻ കൊമ്പിലേതോ കോകിലം ചൊല്ലി സല്ലാപം കാറ്റു കാണാ കുരുവി പാടി മംഗളം നാളെ മാംഗല്യം താമരപ്പൂ തുമ്പി പോലെ ചന്ദനക്കുളിരിൽ നീരാടാൻ പെൺകിടാവേ നീ വരുമ്പോൾ നെഞ്ചിലെ താലപ്പൊലി വേണം അരയെന്ന് തൂവലിലണിയാൻ അണിമഞ്ഞിൻ തുള്ളികൾ വേണം നാണം മൂടും കണ്ണൊന്നിയതാനാരും കാണാ കാർമുകിലിൻ മഷി വേണം എള്ളോളം നുള്ളിയെടുത്തോട്ടെ ഞാൻ മാറോളം മുങ്ങിനി വർന്നോട്ടെ നാടോടി പൂന്തിങ്കൾ മുടിയിൽ ചൂടി നവരാത്രി പുള്ളോർക്കുടമുള്ളിൽ വീട്ടി കണിക്കൊന്നപ്പൂ മണിക്കമലണിഞ്ഞും പുളിയിലെ കരകസവും കൊണ്ടൊടുത്തും പുഴയുന്നൊരു നാടൻ പെണ്ണായോ കണിക്കൊന്നപ്പൂ മണിക്കമലണിഞ്ഞും പുളിയിലെ കരകസവും കൊണ്ടൊടുത്തും പുഴയുന്നൊരു നാടൻ പെണ്ണായോ കണ്ണാടിച്ചില്ലല തോൽക്കും ഇളനീരിൻ തീരാമധുരം എള്ളോളം നുള്ളിയെടുത്തോട്ടെ ഞാൻ മാറോളം മുങ്ങിനി വർന്നോട്ടെ നാ, 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 നാ. മാറോളം മുങ്ങിനി വർന്നോട്ടെ Thank you so much. So happy to be a part. അല്ലേ? പാട്ടെന്ന് പാടിയെന്നാണോ അതോ പാട്ടെന്നാണോ ഉദ്ദേശിച്ചത്? പാട്ട് PART. രണ്ടും തന്നെ സെയിം തന്നെയാ, ആൻഡ് പാട്ടിലും പാടി. ഒരുപാട് നാളിന് ശേഷമാണ് ശരത് സാറിനെ ഞാൻ നേരിട്ട് കാണുന്നത്. സർ പക്ഷെ ഈ ധൈര്യം സമ്മതിക്കണം, ഈ പാട്ട് ഇവിടെ പാടാൻ കാണിച്ച ധൈര്യം അല്ലേ ശരത് സാറേ? ശരത് സാർ എപ്പോഴും സ്വീറ്റ് ആയിട്ടുള്ള ആള് തന്നെയായിരുന്നു. അതാണ് എല്ലാരും Such a അതാ sweet പറഞ്ഞെ. person. ശരത് സാറിനെ മാനിപ്പുലേറ്റ് ചെയ്ത് എല്ലാരും വെച്ചിരിക്കുക. ശരത് സാർ കുറച്ചുമ്പോ ഇവിടെ വന്ന് പറഞ്ഞു പോയി, സാർ ഒന്ന് വരാവോ? അതായത് സാറ് നേരത്തെ പറഞ്ഞു, എല്ലാരും പറഞ്ഞു സാർ ഭയങ്കര കുട്ടിത്തമാണെന്നൊക്കെ പറഞ്ഞു. അല്ല, സാറിന് വേറൊരു മുഖമുണ്ട്, ഇപ്പൊ കാണാൻ പോവാണ്. ശരത് സാറിന് വൺ ഓഫ് ദ ഫേവറേറ്റ് ആളാണ് അഞ്ജു ചേച്ചി എന്ന് പറയുന്നത് അല്ലേ ചേട്ടൻ? ഓ ശരത് പറയടേ, എന്തുണ്ട് വിശേഷം? പച്ചപ്പിയാണ്. എന്താണ് വിശേഷം? നല്ല വിശേഷം. എനിക്ക് ഭയങ്കര സന്തോഷമായി സാറിനെ കണ്ടപ്പോ. ഫ്രോഡ്, കള്ളത്തരം പ്രാടൊന്നുമല്ല, ആണ്. ശരിക്കും കളിയാ. അല്ല, എങ്ങനെയുണ്ട് ജീവിതം? നന്നായിട്ട് പോകുന്നു സാർ, സൂപ്പറാ. നന്നായിട്ട് പോകുന്നു, സന്തോഷമായിട്ട് പോകുന്നു. ഞാൻ സാറിനെ ഇങ്ങനെ അമൃത ടിവിയിലെ സൂപ്പർ സ്റ്റാറിൽ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷാണ് അല്ലേ? സാർ പണ്ടത്തെക്കാട്ടും കുറച്ചും കൂടെ എല്ലായിടത്തും ലൂസനപ്പ് ആയിട്ടുണ്ട് കേട്ടോ. പഴയ അവർ ഇത് കാണിക്കുന്നില്ല, കുറച്ചും കൂടെ കാണിക്കണം എന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം. എങ്ങനെ കാണിക്കണം എന്ന് എന്ന് വെച്ചാ പണ്ട് കുറച്ച് പിള്ളേരൊക്കെ തെറി വിളിക്കണോ? അല്ലേ? അങ്ങനെ വേണ്ട, ഞങ്ങളെയൊക്കെ ഇതെന്തടെ? അത് കൊച്ചുങ്ങളല്ലേ നമ്മൾ. ഗുരുകുല സമ്പ്രദായത്തിൽ നിന്ന് മാറി സാർ വളരെ മോഡേൺ ആയിട്ടുള്ള ഒരു ഫോർവേഡ് ട്രെൻഡിനോടൊപ്പം സഞ്ചരിക്കുന്നതാണ് ശരത് ട്രെൻഡിനൊപ്പം സാർ. സഞ്ചരിച്ചോണ്ടിരിക്കുകയാണ് സാർ. പൂക്കിയായി മാറും. അത് പറഞ്ഞപ്പോഴാ ശരത് സാർ നമ്മുടെ പിള്ളേരുടെ ഇടയിലെ പൂക്കിയാണ് അല്ലേ? ഇത് ഇങ്ങനെ കണ്ടോ, കൈയടിച്ചു കൊടുക്കൂ. ഞാൻ പോക്കിയ എന്തിനാ എന്നെ ഇങ്ങോട്ട് വിളിക്കുന്നു? അല്ല, ഞാൻ ആ ധൈര്യം കാണിച്ചതിന്, അതായത് പുള്ളിക്കാരത്തി പാടിയ പാട്ട് ഈ ഒരു വേർഷനിൽ കേട്ടപ്പോ ശരത് സാറിന് എന്ത് തോന്നി? എനിക്ക് കുറെ സന്തോഷമായി. എനിക്ക് അല്ലെങ്കിലും ഇവളെ കുറെ ഇഷ്ടമാണ്. അന്ന് പാടുന്ന ആ കാലം തൊട്ട് കുറെ ഇഷ്ടമാണ് അഞ്ജുവിന്. പിന്നെ നമ്മൾ എത്രയോ വേദികളിൽ കണ്ടേക്കുന്നു ആങ്കറായിട്ടും. ആ സമയത്തൊക്കെ ഇവിടെ അടുത്ത് എനിക്ക് ആങ്കർ ആയിരുന്നു. സത്യം, ഞാനൊരു സ്ഥലത്ത് ആങ്കർ ചെയ്യാൻ നിൽക്കുമ്പോ സാർ എന്റെ അടുത്ത് നീയാ ഞാനിത് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് പോയി. അങ്ങനെയൊക്കെ പറഞ്ഞു പോയല്ലേ? പിന്നെ അല്ല, പക്ഷെ ചെയ്തു കേട്ടോ. എന്തോ ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു സാർ. മറ്റേ ആദ്യം വരുമ്പോ പറയില്ലേ നേരത്തെ ഇവിടെ ആ ഗെയിംസിലെല്ലാം ഞാൻ തോറ്റായിരുന്നു. യെസ്, അതും കൂടെ പറഞ്ഞേക്കാം. എല്ലാം തോറ്റായിരുന്നു കേട്ടോ കൃത്യമായിട്ട്. ഇതിപ്പോ സ്റ്റേജിൽ പാടിയ പാട്ട്
ശരത് സാർ അത് ജഡ്ജ് ചെയ്യുവാന്നിരിക്കട്ടെ. എന്റെ ദൈവം ഇപ്പൊ നമുക്ക് ആ പറയും judgment സംഗതി ഒന്ന് പോരാ, കേൾക്കുന്നതിനെ പറ്റി സഞ്ചാരം. എന്തായിരിക്കും നിങ്ങളുടെ അഭിപ്രായം? അല്ല അത് അങ്ങനെയല്ല, അങ്ങനെ ആയിരിക്കണം. അല്ല 2007 ശരത്തൊക്കെ ചത്ത് ഞാൻ തന്നെ അടക്കം ചെയ്ത്. അതൊന്നുമില്ല, അത് അവിടെ ഉഗ്രം പാട്ടുകാരിയല്ലേ, അത് പറയാൻ എനിക്ക് കുറെ ഇഷ്ടമാണ്. ശരത് സാറിന്റെ Thank you, sir. ജഡ്ജ്മെന്റ് ആക്ച്വലി ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേൾക്കാൻ. അത് പറയാം. പോരട്ടെ സാർ. അഞ്ജു എന്തോ ഈ പാടിയത് സാർ എനിക്ക് അറിഞ്ഞൂടാ സാർ. അല്ല തിരിച്ചു മറ്റേ ഭയങ്കര റിയാലിറ്റി ഷോയിലായിരുന്നു എന്നുള്ള രീതിയിൽ. അല്ല, അന്ന് ഞാൻ ഇങ്ങനെ തന്നെ ആയിരുന്നു സാർ. അഞ്ചു എന്താണ് അഞ്ചു പാടിയത്? സാർ എനിക്ക് അറിഞ്ഞൂടാ സാർ, ഇങ്ങനെ തന്നെ ആയിരുന്നു അന്ന്. നമുക്ക് അങ്ങനെയാണെങ്കിൽ ഒരു പ്രോമിസ് കൊടുത്ത് പോയാലോ ശരത് സാറേ? ഇനി അടുത്ത പാട്ടിൽ ഞാൻ അഞ്ജുനെ കൊണ്ട് പാടിപ്പിച്ചിരിക്കും. സാർ ധൈര്യം ഉണ്ടെങ്കിൽ പറ സാർ, ധൈര്യം ഉണ്ടെങ്കിൽ പറ. എനിക്ക് ധൈര്യമുണ്ട്, ഞാൻ ഇവിടെ കൊണ്ട് പാടിക്കും ഉറപ്പായിട്ട്. താങ്ക് യു സാർ. എനിക്ക് നിന്റെ പാട്ട് ഇഷ്ടമാടാ. ഞാൻ ഒരു 4 ഫിലിം ചെയ്യുന്നുണ്ട്, പക്ഷെ അണ്ണന്മാരൊക്കെ ഉടനെ തുടങ്ങണം. അവരെന്റെ ഷഷ്ടി പൂർത്തിക്ക് അത് പടം തുടങ്ങിയാൽ ഞാൻ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവർ പെട്ടെന്ന് തുടങ്ങട്ടെ. എല്ലാം നല്ല പ്രോജക്ട്സ് ആണ്, ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് കാണാം. ഞാൻ കള്ളമല്ല അഞ്ജു. ഞാൻ എന്റെ വൈഫിന്റെ അടുത്ത് മാത്രമേ കള്ളം പറയാറില്ല. അത് വേറെ മാർഗമില്ലാത്തതുകൊണ്ട്. അവള് പാവം. അത് ഷോ ഇപ്പൊ കാണും, മനസ്സിലാക്കട്ടെ, എല്ലാരും കാണട്ടെ. ഇവിടുന്ന് ഒന്നും ചെയ്യില്ലല്ലോ, അവിടെ ചെല്ലുമ്പോഴല്ലേ ചെയ്യുള്ളൂ. അപ്പൊ കാണിച്ചു തരാന്ന്. അതുപോലെ എലീന ആനി പായസം വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും കാണിച്ചിട്ടില്ല. വരൂ, അത് അവര് നടന്നോണ്ടിരിക്കുവല്ലയോ, അതിന്റെ പായസം ആയതുകൊണ്ട് പെട്ടെന്ന് വരില്ലല്ലോ. അപ്പൊ എന്തായാലും സാർ അവിടെ ഇരുന്നോളൂ, പായസം എത്തിയിരിക്കും. താങ്ക് യു ഒപ്പം എന്റർടൈൻമെന്റ്. ഇനി ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ പോകുന്ന വ്യക്തിനെ പറ്റി കുറച്ച് ഫ്രണ്ട്ലി രീതിയിൽ പറയുകയാണെങ്കിൽ, ഞങ്ങളുടെയൊക്കെ ഏറ്റവും വേണ്ടപ്പെട്ട, ഞങ്ങളുടെ എന്ന് പറയുമ്പോൾ അമൃത ടിവിയുടെ മാത്രമല്ല, കോമഡി മാസ്റ്റേഴ്സിന്റെ മാത്രമല്ല, മലയാളികളുടെ എന്താ പറയുക അഹങ്കാരം ആണ് ഈ വ്യക്തി എന്ന് പറയുന്നത്. ഞങ്ങളുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ പ്രമാണിയാണ് ഇനി കോട്ടയംകാരെ എന്റർടൈൻ ചെയ്യാൻ വരാൻ പോകുന്നത്. ലെറ്റ്സ് വെൽക്കം ശ്വേത മേനൻ. മുത്തമഴ ഇങ്ങ് കൊട്ടിത്തീരാനോ, മുല്ലയിരവുകൾ പുത്തിരിയാനോ, ജാനോ ദം മാനോ ദം ദം, ഇങ്ങ് ഉണ്ടൻ കയ്യ സ്വർഗം. എന്നാളാ പെണ്ണാളാ, இன்னும் வரும் எந்தன் கதை, எந்தன் கதை, இன்னும் வரும் எந்தன் கதை, எந்தன் கதை. அடைமழை வரும் அதில் நனைவோமே, குளிர் காய்ச்சலோடு சிநேகம், ஒரு போர்வைக்குள் திருத்தூக்கம். குடு குடு பொய்கள் சொல்லி என்னை வெல்வாய், அது தெரிந்தும் கூட அன்பே மனம் அதையேதான் எதிர்பார்க்கும். எங்கேயும் போகாமல் தினம் வீட்டிலேயே நீ வேண்டும். சில சமயம் விளையாட்டாய் உன் ஆடைக்குள்ளே, ஆடைக்குள்ளே, ஆடைக்குள்ளே நான் வேண்டும். मेरी जान, मेरी जान, मेरी जान, मेरी जान, मेरी जान, मेरी जान। आई है जो रात नशीली, इसकी हर एक बात नशीली, तू भी आकर ले नशा। दोनों की मुलाकात नशीली, नशे की ये बरसात नशीली, तू भी आकर ले नशा. मेरी जान, मेरी जान, मेरी जान. मेरी जान, मेरी जान, मेरी जान, मेरी जान, मेरी जान, मेरी जान. നമ്മുടെ അമ്മയുടെ പ്രസിഡന്റ് ശ്വേത മേനൻ.
എല്ലാവർക്കും നമസ്കാരം. ഈ സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മൾ കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോയി ഞാൻ നേരെ ഒരു പ്രസിഡന്റ് ആയിട്ടാണ് വീണ്ടും. അത് മാത്രല്ല ഇവിടെ ആദ്യമായിട്ട് അല്ലേ അമ്മയായിട്ടുള്ള ഫസ്റ്റ് ഈവന്റ് നമ്മുടെ കോട്ടയംകാർക്ക് സ്വന്തം. അതെ അതെ. പിന്നെ അമൃതയുടെ ആഘോഷം ആയിട്ട് എന്താ പറയുക, ഈ ഒരു മേളയിൽ ചേച്ചിയും കൂടെ വന്ന് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അമൃത ടിവിന്ന് പോയി അമൃത ടിവിയിൽ തിരിച്ചു വന്നു. അതാണ്ട വൈബ്. ശ്വേത ചേച്ചി കണ്ടല്ലോ, നമ്മുടെ കൂടെ ശരത് സാർ ഉണ്ട്, ആനി ചേച്ചിയുണ്ട്. അവരുമായിട്ടൊക്കെ ഇനി നമ്മൾ എൻജോയ് ചെയ്യാൻ പോവുകയാണ്. ഇനി ഒരു ആങ്കർ എന്നുള്ള രീതിയിൽ അമൃത ടിവിനെ റെപ്രസെന്റ് ചെയ്ത് ഞാൻ പറയാൻ പോവുകയാണ്. ദിസ് ഈസ് എ റിയലി വെരി പ്രൗഡ് മൊമെന്റ് ഫോർ ഓൾ ഓഫ് അസ്. അപ്പം അമൃതയുടെ സൈഡിൽ നിന്ന് ഒരു ആദരവുണ്ട് ചേച്ചിക്ക്. ടേക്ക് ഇറ്റ് ആസ് ടോക്കൺ ഓഫ് ലവ്. ഐ നോ യു വിൽ സേ നോ ടു ഇറ്റ് ഫസ്റ്റ്, പക്ഷെ ഇത് ഞങ്ങളുടെ ഒരു സ്നേഹമായിട്ട് മാത്രം കരുതിയാൽ മതി. കാരണം ഞങ്ങൾക്ക് അത്രയും പ്രൗഡ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ് ശ്വേത ചേച്ചി ഗോ ത്രൂ ചെയ്തത്. അതുകൊണ്ട് വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു ഡയറക്ടർ അമൃത ടി വി മിസ്റ്റർ ആർ മഹാദേവ അയ്യർ സർ പ്ലീസ്. ഒപ്പം തന്നെ അമൃത ടി വി ഡെപ്യൂട്ടി ക്രിയേറ്റീവ് ഹെഡ് മിസ്റ്റർ അജയൻ കെ നായർ ആൻഡ് ക്രിയേറ്റീവ് ഹെഡ് മിസ്റ്റർ സിന്ധു മോഹൻ. 3 പേരെയും ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുവാണ്. ഈ ഒരു ആദരവ് ഞങ്ങളുടെ സ്നേഹമായിട്ട് മാത്രമേ കരുതാവുള്ളൂ. കാരണം ഇത്രയെങ്കിലും നമ്മൾ ചെയ്തില്ലെങ്കിൽ ഇതിലും വലിയൊരു ആഘോഷമാക്കണം എന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. ബട്ട് സ്റ്റിൽ ഇത് ഫസ്റ്റ് വേദി ആയതുകൊണ്ടാണ്. ഞാൻ ആദ്യം തന്നെ അജയൻ സർ പ്ലീസ് യു ക്യാൻ ഡു ദ ഓണറിങ്. അജയൻ സർ ആദ്യം തന്നെ വെൽക്കം ചെയ്യാണ് നമ്മുടെ ഈ ഒരു ഈവെന്റിലേക്കും. ഒപ്പം തന്നെ അമ്മ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്ത ശ്വേത മേനൻ. ആദരിക്കുന്നത് നമ്മുടെ സ്വന്തം സിന്ധു ചേച്ചിയാണ്. അമ്മയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആണ്. ഒപ്പം തന്നെ യെസ് മഹാദേവ് സാർ. ശിവചേച്ചി ഈ ഒരു മൊമെന്റിൽ എന്താണ് പറയാനുള്ളത്? സാർ എന്നോട് പറഞ്ഞത് അമ്മയുടെ അനുഗ്രഹം കാരണം ഒരു അമ്മയായി മാറി വീണ്ടും വീണ്ടും. അപ്പൊ അതിന് ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു. ഇത് പ്രതീക്ഷിക്കാത്ത ഒരു മൊമെന്റ് ആണ്. ഐ ഡിഡ് ഞാനിത് ഒരു ഷോന്റെ ഭാഗമായിട്ടാണ് വന്നത്. പക്ഷേ ദിസ് വാസ് ലൈക്ക് ഗ്രേറ്റ് സർപ്രൈസ്. താങ്ക് യു സിന്ധു. താങ്ക് യു അമൃത ടി വി. താങ്ക് യു സോ മച്ച്. താങ്ക് യു സീരിയസ്ലി. താങ്ക് യു. എന്നാ പ്രമാണി ആൾക്കാരിലേക്ക് അങ്ങ് ഇറങ്ങൂ ദേവസേന. താങ്ക് യു. കോമഡി മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ഇതുപോലത്തെ ഒരു കിട്ടിലം പരിപാടി വേറെ ഇല്ല. എന്റെ ദൈവമേ, ചിരിച്ച് 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 ചാനല് മാത്രമല്ല, നമ്മളിപ്പോ സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ കോമഡി മാസ്റ്റേഴ്സിന്റെ ഒരു റേഞ്ച് എന്ന് പറയുന്നത് വേറെ ലെവല് റേഞ്ച് ആണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എല്ലാരും കോമഡി മാസ്റ്റേഴ്സ് കാണാനോ. കോമഡി മാസ്റ്റേഴ്സ് ഞങ്ങളുടെ ആൾക്കാർ പ്രോഗ്രാം ഒന്നും ഇവിടെ കണ്ടില്ലേ? അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഈ 2 ആങ്കേഴ്സ് ഒരു വേദിയിൽ വന്നാൽ ശരിയാവില്ല. ആര് പറഞ്ഞു? ഡാൻസ് കളിക്കുന്നുണ്ടോ? വല്ല പരിപാടി ഉണ്ടോ? പാട്ട് പാടുന്നുണ്ടോ? സ്കിറ്റ് ഉണ്ടോ? എന്നാ കുറച്ചൊക്കെ മാറിയേക്ക്. ഇനി ഞങ്ങളുടെ സൂപ്പർ സ്റ്റാറിന്റെ പരിപാടി അല്ലേ വേണ്ടേ ശരത് സാർ? വേണ്ടേ? സൂപ്പർ സ്റ്റാറിന് കൈയടിയില്ലേ? കൈയടി ചോദിച്ചു വാങ്ങാനൊക്കെ ആരും തരും. ആരാ വരാൻ പോന്നെന്ന് അറിയണോ? അത് എന്നോടാണോ ചോദിക്കുന്നത്? അയ്യേ അറിയില്ല. ആര് പറഞ്ഞു? എനിക്ക് അറിഞ്ഞു. ഇവിടെ ഞങ്ങളുടെ ആൾക്കാരെ ആരാ വരാൻ ശരത് സാറിന്റെ പാട്ട് കഴിഞ്ഞു. ഇനി അടുത്തത് ഞങ്ങളുടെ സൂപ്പർ സ്റ്റാറിന്റെ മുത്തുമണി മഞ്ജരി ചേച്ചി. സോ ലെറ്റ്സ് വെൽക്കം മഞ്ജരി. ചിന്നി ചിന്നി മിന്നി തിളങ്ങുന്ന വാരൊളി കണ്ണെനക്ക്, പൂവരശ് പൂത്ത കണക്കനെ അഞ്ചുന്ന ചേലനക്ക്, നട നട അന്ന നട കണ്ട തെയ്യം മുടിയടിക്കും നോക്ക്, വെള്ളിക്കിണ്ണം തുള്ളിത്തുളുമ്പുന്ന ചേല. ചിന്നി ചിന്നി മിന്നി തിളങ്ങുന്ന വാരൊളി കണ്ണെനക്ക്, പൂവരശ് പൂത്ത കണക്കനെ അഞ്ചുന്ന ചേലനക്ക്, നട നട അന്ന നട കണ്ട തെയ്യം മുടിയടിക്കും നോക്ക്, വെള്ളിക്കിണ്ണം തുള്ളിത്തുളുമ്പുന്ന ചേല. കോലത്തിരി വാഴുന്ന നാട്ടിലെ വലിയക്കാരനെ കണ്ട് കൊതിക്കും, നിലത്തുള്ളൊരമ്പ തോരന്നേരം കണ്ടു കളിയാക്കും.
സാമോദരി കോലത്തെയാണങ്ങ മുല്ലപ്പൂ വാസനയേറ്റ് മയങ്ങും വാലിൽ തന്നെ കണ്ണെഴുതിക്കാൻ വാർമുകിലോടി വരും പുരം പൊടി പാറിയിട്ടും പുരക്കളിയാടിയിട്ടും നോക്കിയില്ല നീ എന്നിട്ടും നീ എന്തേ ചിന്നി ചിന്നി മിന്നിത്തിളങ്ങുന്ന വാരൊളി കണ്ണെനക്ക് പൂവരശ് പൂത്ത കണക്കലി അഞ്ചുന്ന ചിലനക്ക് നട 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 കണ്ട തെയ്യം മുടിയഴിക്കും നോക്ക് വെള്ളിക്കിണ്ണം തുള്ളിത്തുളുമ്പുന്ന ചേല പൂവമ്പന്റെ കൊലച്ചു വെച്ചൊരു കരിമ്പുവില്ലൊത്ത പടത്തലവാളെടുത്ത് വീശല്ലേ ഞാനത് മുരിക്കും പൂവാക്കും അല്ലിമലർ കുളക്കടവിലയലുതി പെണ്ണുങ്ങ കണ്ടുപിടിക്കും നാട്ടു നടപ്പൊത്തവർ നമ്മളെ കെട്ട് നടപ്പാക്കും എന്തെല്ലാം പാടിയിട്ടും മിണ്ടാതെ മിണ്ടിയിട്ടും മിണ്ടിയില്ല നീ എന്നിട്ടും നീ എന്ത് ചിന്നി ചിന്നി മിന്നിത്തിളങ്ങുന്ന വാരൊളി കണ്ണെനക്ക് പൂവരശ് പൂത്ത കണക്കലി അഞ്ചുന്ന ചേലനക്ക് നട 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 കണ്ട തെയ്യം മുടിയടിക്കും നോക്ക് വെള്ളിക്കിണ്ണം തുള്ളിത്തുളുമ്പുന്ന ചേല മഞ്ജരി ചേച്ചി, ഞങ്ങൾ സൂപ്പർ സ്റ്റാറിൽ തന്നെ ഈ പാട്ട് നമ്മൾ ഒരുപാട് തവണ ചേച്ചിയെ കൊണ്ട് പാടിച്ചല്ലേ. വീണ്ടും വീണ്ടും ഇത് കേൾക്കാനുള്ള ഒരു കൊതി അല്ലേ ശരത് സാർ? യെസ് ചേച്ചി. ശരത് സാർ ഇന്ന് ഇവിടെ തലയാട്ടേ ഉള്ളൂ, മൈക്കില്ല. ആദ്യം നമ്മുടെ ആനി ചേച്ചീനെ എനിക്ക് ഭയങ്കര കാര്യം വെച്ചാൽ അമൃതയിലാണ് ആദ്യമായിട്ട് ഞാനൊരു കുക്കിംഗ് പരിപാടിയിൽ വന്ന് ഗസ്റ്റ് ആയിട്ടിരുന്നത്. അന്ന് ചേച്ചി ഉണ്ടാക്കി തന്ന മീൻകറിയാ. എനിക്ക് അത് ശരിക്കും ഓർമ്മയില്ല. പക്ഷെ ഒരു ഒന്നൊന്നര കറിയായിരുന്നു അത്. ഞാനത് ഇരുന്ന് കഴിച്ച് എൻ്റെ അടുത്ത് കുറേ കാര്യങ്ങൾ കുക്കിങ്ങിന്റെ കാര്യങ്ങളൊക്കെ അങ്ങ് പറഞ്ഞു തന്ന്. അപ്പം ചേച്ചിയുടെ ഇപ്പൊ പല വിഭവങ്ങളും ഞാനതിൽ ചിലത് ഞാൻ ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. പിന്നെ ഇതിനിടയ്ക്ക് ചേച്ചി അറിയാതെ ഒരു സംഭവം ഞാൻ ചെയ്തു. അമൃത TV-യിൽ നമ്മുടെ ശരത് സാർ എന്നെ വെല്ലുവിളിച്ചു. എന്നോട് ചോദിച്ചു, മഞ്ജരി കുക്കിംഗ് ഒന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും ഒരു സാധനം ഞാൻ ഉണ്ടാക്കി കൊണ്ടുവന്ന് കഴിപ്പിച്ചിരിക്കുന്നു പറഞ്ഞു. അങ്ങനെ ഞാൻ ഹോം മെയ്ഡ് ചോക്ലേറ്റ് ഉണ്ടാക്കി. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ഭയങ്കര ഹെൽത്തി ആണ്, പക്ഷെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞില്ല ഞാനാന്ന്. കാരണം ശരത് സാർ അല്ലേ, അതെ, അവിടെ കാണുന്ന പ്രേക്ഷകര് മുഴുവനും അവർക്കറിയാം സാറ് കളിയാക്കി വിടുന്നുള്ളത്. ഞാൻ ആണെന്ന് പറഞ്ഞില്ല ആദ്യം. അത് സ്പെഷ്യൽ ആയിട്ടാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആനി ചേച്ചിയുടെ അവിടെ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നതാന്നൊക്കെ പറഞ്ഞു. എന്നിട്ടാണ് ഇത് കഴിക്കാൻ കൊടുത്തത്. എല്ലാരും കഴിച്ചപ്പോഴത്തേക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത്തവണത്തെ ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇത്തവണത്തെ ഓണമൊക്കെ ഗംഭീരമാണ്. കാരണം കൂടുതലും ഓണം എന്ന് പറയുന്നത് അമൃത TV-യോടൊപ്പമാണ്. കാരണം ഓരോ ദിവസം നമ്മൾ കുട്ടികളുടെ പാട്ട് കോമ്പറ്റീഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. അതോടൊപ്പം സംഗീതത്തിനോടൊപ്പം തന്നെ ഓണം ആഘോഷിക്കുക എന്ന് പറയുന്നതിൽ പരം സന്തോഷം വേറെയില്ല. ചേച്ചി ഒരു സെക്കൻഡ്, ഒരു ചെറിയ പ്രശ്നമുണ്ട്. ചേച്ചി ഒന്ന് പോയിരുന്നു. ചേച്ചിയായിട്ട് പ്രശ്നം ചേച്ചി ഹാപ്പിയാണോ? ചേച്ചിയായിട്ട് ഒരു പ്രശ്നമില്ല. ചേച്ചിനെ ഞാൻ വിടുന്നില്ല. ചേച്ചി പൊക്കോ. ആണോ? അലീനയോട് പറഞ്ഞില്ല. സുന്ദരിയാണ് അലീന. വേണ്ട ചേച്ചി, ചേച്ചിയിലുണ്ടല്ലോ എനിക്ക് വേണ്ടി. പോയിക്കോ ചേച്ചി. ചേച്ചി ഫ്രണ്ട് ഇരുന്ന എന്നാ വീണ്ടും പോയിക്കോളും. അല്ലല്ലോ ഒരു സെക്കൻഡ്. മോളെ കൊച്ചെ, നീ നേരത്തെ ഈ എലീന എന്തെങ്കിലും പറഞ്ഞായിരുന്നാ? വഴക്ക് പറഞ്ഞു. അമ്മാതിരി വർത്താനം പറഞ്ഞപ്പോ എന്ത് രണ്ടെണ്ണം പറയണ്ടേ? മോശമായിട്ട് സംസാരിച്ചോ? സംസാരിച്ചു. താങ്ക് യു. ആരെങ്കിലും വായി എന്തെങ്കിലും രണ്ടെണ്ണം കിട്ടണമെന്ന് വിചാരിച്ചിരിക്കാൻ കൊടുത്തല്ലോ. താങ്ക് യു അഖിലേട്ടാ. നിങ്ങൾ നന്നായി ആഗ്രഹിക്കുന്നുണ്ടല്ലേ അതിനൊക്കെ? അത് അവിടെ വെച്ചേ കൊടുക്കാൻ പറ്റുന്നില്ല. എന്തിനടി നല്ല അടി എറണാകുളത്തുണ്ടായിരുന്നില്ലേ? ഒന്നുമില്ല, എനിക്ക് കോമഡി മാസ്റ്റേഴ്സ് കൂവുന്നുണ്ടായിരുന്നു. അല്ലല്ല, എന്തോ പ്രശ്നമുണ്ടല്ലോ. എന്ത് ചേച്ചി? കണ്ടിട്ട് തിരിച്ചു വരും ഞാൻ. എന്തൊരു പരിപാടി എന്ന് പറഞ്ഞാലും എനിക്ക് അറിയേണ്ട കാര്യമില്ല. എനിക്ക് കണ്ടിട്ടേ പോവാൻ പറ്റുള്ളൂ. എന്നെ കയറ്റി വിടാൻ പറ്റൂ. നിങ്ങൾ എന്തൊരു കണ്ട കാണണമെന്നല്ലേ ഞാൻ പറഞ്ഞോളൂ. എന്താണ് അതിനെ കയറ്റി വിട? ആരും നോക്കട്ടു. അയ്യോ, ഹായ്
നിങ്ങളെ മറ്റേതിനകത്തൊക്കെ കാണുമ്പോഴേ മറ്റേനകത്താ മറ്റേ ടിവിയിലെ പരിപാടി കാണാൻ പോലല്ല മേടിച്ചു മറ്റേനകത്തെന്നൊക്കെ കാണുന്നു. അതിൽ കാണുമ്പോ അത്ര പോരാ, പക്ഷെ നേരിട്ട് കാണാൻ പോണ്ടല്ല ഒട്ടും കൊള്ളൂല. താങ്ക് യു ചേച്ചി. രണ്ടുപേരല്ലേ? 3 പേരെയും. ഓ അല്ല ഇത് ഞാനേ വന്ന എന്തെന്നറിയാമോ? മറ്റേ നിങ്ങളെ പരിപാടിയില്ലേ ടിവിയില് കാണുന്ന പരിപാടി, മറ്റേ പരിപാടിയാ? ഒരു പരിപാടിയിൽ നമ്മള് മറ്റേ ഈ കോമഡി പറയണ ആളുകൾ പറയണ കോമഡി വെളിയിൽ കേൾക്കാൻ പറ്റാത്ത രീതിയിൽ ചിരിക്കുകയും കൈയടിക്കുകയൊക്കെ ചെയ്യൂലേ നിങ്ങള്? കോമഡി മാസ്റ്റേഴ്സ്. അത് തന്നെ, ആ പരിപാടിയിൽ വരണം എനിക്ക്. ചേച്ചിക്ക് വരണോ? ഓ ചേച്ചിനെ ഞാൻ അതിനകത്ത് ചേച്ചി ഇവരെ കൊണ്ട് തന്നെ പറ്റുന്നില്ല. ചേച്ചി എന്തിനാ വെറുതെ അങ്ങോട്ട് പോകുന്നത്? ചേച്ചി വേണമെങ്കിൽ സൂപ്പർ സ്റ്റാറിലേക്ക് പോയിരുന്നു. അതിന് എനിക്ക് പാടാ അറിഞ്ഞൂടാ. അവിടെ ഞാൻ പാടാറുണ്ട്. എനിക്ക് പാടാൻ അറിഞ്ഞിട്ടല്ല ഞാൻ പാടുന്നത്. അല്ല അത് തിരുവാതിരെ അവിടെ മാറിപ്പോയിരുന്നു. അല്ല അത് എന്തെന്നറിയാമോ, എനിക്ക് അവിടെ നിങ്ങളിപ്പോ ഇവിടെ നിന്ന് പോകുമല്ല, അപ്പൊ ഞാൻ ആ വണ്ടി കൂടെ കയറി അങ്ങ് വരാം. ഹലോ, ഇത് കന്യാകുമാരിയിൽ എക്സ്കർഷൻ വന്നിട്ട് പോകുന്ന ഒരു പരിപാടിയാണത്. അല്ല എനിക്ക് അത് പരിപാടിയിൽ വരാൻ ഭയങ്കര ആഗ്രഹമാണ്. ചേച്ചി അത് പരിപാടിയിൽ വരണമെങ്കിൽ അത് ഒറ്റയ്ക്കല്ല പരിപാടി. അതല്ലേ? അതെ, ഹലോ, പേര് വേണം. അയ്യോ എന്തിന് പേര് വേണം? ഞാൻ എന്റെ മാപ്പിളേരെടുത്ത് പണ്ടേ പറഞ്ഞതാണ്, ഇത് എന്തെങ്കിലും അവസാനം ഒരു പ്രശ്നത്തിൽ ചെന്ന് കലാശിക്കുന്നു. എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞതാണ് എനിക്കത് വേണം, എനിക്കത് വേണമെന്ന്. ഏത് പേര്? എന്റെ പൊന്നു ചേച്ചി, പേരും പ്രസവം അല്ല. ഈ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കണ്ടില്ലേ പരിപാടിയിൽ 2 പേര് ചേർന്നല്ലേ മത്സരിക്കുന്നത്. അപ്പൊ കൂടെ ഒരാൾ വേണം, അതാണ് പേർ. അതെ, ഞാൻ എന്നെ മനസ്സിലായ ഞാൻ അങ്ങ് തിരുവനന്തപുരത്ത് നിന്നാണ് വരണത്. അത് സംസാരം കേട്ട മനസ്സിലായല്ലോ. എന്റെ മാപ്പിളയും കൊണ്ട് വന്ന് എന്താണെന്നറിയാമോ, നമ്മൾ അവിടെയുള്ള പെണ്ണുങ്ങളൊക്കെ ഇവിടെ എവിടെ എന്തോ മറ്റേ നീല ആമ്പൽ വിരിഞ്ഞു കിടക്കുന്നു എവിടെ, അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ, അവിടെ ഫോട്ടോ ഒക്കെ ഫേസ്ബുക്കിലൊക്കെ ഇട്ട് തള്ളണ്. അത് കണ്ടപ്പോ എന്റെ കെട്ടിയവനെയും കൂടെ ഞാൻ ഇങ്ങനെ ഒരുക്കി കെട്ടി കൊണ്ടുവന്നപ്പം ആമ്പല് മൊത്തം വാടി കിടക്കുന്നു. ഇപ്പൊ കുറച്ച് പച്ച പായലും ഉണ്ട്, പച്ച ഇലയും ഉണ്ട്. അത് കണ്ടോണ്ട് നിന്നപ്പോഴാണ് ഞാൻ അറിയണത് ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി നടക്കണമെന്ന്. ഹലോ ഏറ്റുമാനൂരെന്നും പറഞ്ഞൊരു ശബ്ദം കേട്ട് എന്റെ പൊന്നപ്പീ, അത് ഈ 108ന്റെ ശബ്ദമായിരിക്കും. അത് തന്നെ. ആ ശബ്ദം കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കേട്ടാ. ഒപ്പു നോക്ക് വെള തുടാന്ന് 2 പേരും ഇരിക്കുന്നുണ്ട്, പാവ കുട്ടികളെ പോലെ ഇരിക്കുന്നു. കേട്ടാ ഇഷ്ടപ്പെട്ടാ? ഓ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അടുത്ത് ഇരിക്കടാ. വേണ്ട, അതിനുള്ളത് ഞാൻ ആയില്ല, ആവട്ടപ്പ ഇരിക്കാം. ചേച്ചിയുടെ പേര്? എന്റെ പേര് ചന്ദ്രി. ചന്ദ്രി ചേച്ചി അപ്പോഴേ നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിൽ വരണം എന്നാണോ ചേച്ചിയുടെ ആഗ്രഹം? പിന്നെ പരിപാടി ഞാൻ ഭയങ്കര, അതാണ് ഞാൻ ചോദിച്ചു ചേച്ചി, അവിടെ വരണമെങ്കിൽ എന്തെങ്കിലും കഴിവുള്ളവർക്കല്ലേ വരാൻ. ചേച്ചി ചേച്ചി എടുത്ത് നോക്കി, ഒരുപാട് കഴിവുള്ള ആൾക്കാരാണ് അവിടെ വരുന്നത്. ചേച്ചി എനിക്ക് ഭയങ്കര കഴിവാണ്, ഞാൻ കോമഡിയൊക്കെ പറയും. ഓ ഞാൻ കോമഡിയൊക്കെ പറയും. ചേച്ചിയാ? ഓ എന്റെ നാട്ടിൽ ഏറ്റവും വലിയ കോമഡിയാണ് ഞാൻ. അത് ചേച്ചിയെ കണ്ടപ്പോഴേ മനസ്സിലായി, ചേച്ചിയാണ് നാട്ടിലെ ഏറ്റവും വലിയ കോമഡി. ഇപ്പൊ ചേച്ചിക്ക് ഇതിൽ പങ്കെടുക്കണ്ടേ? ഓ പങ്കെടുക്കണം. അപ്പൊ ഈ പരിപാടി പങ്കെടുക്കണമെങ്കിൽ കൂടെ ഒരാളുണ്ടെങ്കിലേ പറ്റൂ. കൂടെ ഒരാൾ, ഇപ്പൊ ഞാൻ ഒരാൾ നീ ഉണ്ടല്ലോ. എനിക്ക് അങ്ങനെ പറ്റൂലല്ലോ. അല്ലെങ്കിൽ ഈ അപ്പിയെ വിളിച്ചോണ്ട് പോവാം. കോമഡി പറയോ? അയ്യോ അവളെ വേണ്ട, അവള് വലിയ കോമഡി. അപ്പൊ നിങ്ങൾ വന്നാലും മതി. അല്ല ഞാൻ പിന്നെ മറ്റേ വെൽക്കം ബ്രേക്ക് ഒക്കെ പറയണ്ടേ. നമ്മള് ചേച്ചിയുടെ കൂടെ വന്ന് അവിടെ ചിരിക്കാൻ ആള് കാണൂല. അപ്പൊ പിന്നെ ഞാൻ ആരെ കൊണ്ടുവരണം? ചേച്ചിക്ക് ഭർത്താവില്ലേ? ഉണ്ട്. ഭർത്താവിനെ കൊണ്ടുപോവാ. എന്റെ മാപ്പിളയാ. എന്റെ കൂടെ വന്നതാണ് തിരുവനന്തപുരത്ത്. ഇപ്പൊ എവിടെ വായുമ്പളന്ന് കിടക്കുകയാണ്, എവിടെയെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. അങ്ങേരെയും കൊണ്ടാണ് ഞാൻ പോവേണ്ടത്. അല്ല ഭാര്യയും ഭർത്താവും ഒരുപാട് പേരുണ്ടല്ലോ. മാത്രമൊന്നും അല്ല, പിന്നെ പറ, അങ്ങനെ ഈ നിക്കുന്നതൊക്കെ തന്നെ ഉള്ളു. ഒരു ടൈമിംഗ് ഇല്ലാത്തൊരു മനുഷ്യൻ. അത് ടൈമിംഗ് ഇല്ലാണ്ടാണല്ലോ. അതാ ഞാൻ പറഞ്ഞില്ലേ, ഒരു താളബോധം ഇല്ലെന്ന്. എവിടെയോ കിടന്നു, എവിടെയോ. ഇതാരാ ഇത്? അല്ല എന്താ പൂന്തോട്ടോ? അത് കാരണമല്ല. എന്നെ അവിടെ നിർത്തിയിട്ട് നീ ഇതെവിടെ പെയ്യാ? ഞാൻ ഇവിടെ വന്ന്. ഓ ചന്ദ്രി, നീ എപ്പോഴും വന്ന? ഞാനാ ഒരു 6-6:30 ഇപ്പൊ നമ്മളെ വീട്ടിന്റെ വെളിയിൽ കൂടെ ഒരു കൊക്ക് പറന്ന് പെയ്യ്, അതിന്റെ കാലിൽ തൂങ്ങി വന്ന്. അല്ല എഴഞ്ഞു വന്ന്. നിങ്ങൾ മിക്കവാറും ഇന്ന് ഇവിടെ കിടന്ന് എഴയും. എന്റെ കൂടെ വന്നിട്ട് നിങ്ങൾ എവിടെ വായും വളർന്നിരുന്നത്? എടി നീ അത് നീ ശ്രദ്ധിക്കണം. ഭർത്താവിന്റെ പാത പിന്തുടർന്നവൾ അവന്റെ യഥാർത്ഥ ഭാര്യ. ന്യായം. ഭർത്താവിന്റെ ഭാര്യ, ഭർത്താവിന്റെ പാത പിന്തുടർന്നാണ് ഭാര്യ. ചേച്ചി ഇങ്ങനെ ഈ വാക്കും കേട്ട് ഓരോ ദിവസം ഇങ്ങനെ പാതയും പിന്തുടർന്ന് ഞാൻ ചെന്നിട്ടെ വടക്കേലെ സുമേര അടുക്കളയിലിട്ടാണ് ഇങ്ങനെ ഞാൻ പൊക്കിയത്. അത് വേറൊന്നും അല്ല, അത് സുമേര ഇളയ ചെറുക്കനെ ഞാൻ കണ്ടംപററി ഡാൻസ് പഠിപ്പിക്കാൻ ഇങ്ങനെ കണ്ടംപററി പഠിപ്പിക്കാൻ പോയിട്ട് അവളെ മാപ്പിളേരെ ഒറ്റ അടിക്കാണ് ആ മുറ്റത്ത് കിടന്ന് ഇങ്ങനെ പുഴു അടിച്ചത്. എന്നിട്ട് ഇങ്ങനെ വാരിയെടുത്ത് ഞാൻ ആശുപത്രി കൊണ്ടുപോയപ്പോ ഇങ്ങനെ പെടുക്കാൻ പോയത് എങ്ങനെയെന്ന് അറിയാമോ? മറ്റേ ചുമരിൽ പിടിച്ചോണ്ടിങ്ങനെ
ഇങ്ങനെയാണ് ഇങ്ങനെ പോയത്. ഞാൻ അവിടെ നിന്നപ്പോ നീ എന്തിനു ഇവിടെ വന്ന് പറഞ്ഞു തോന്നുന്നു? എന്ത് നീ ഇവിടെ വന്ന് നിങ്ങൾക്ക് ടൈമിങ്ങും ഇല്ല, നിങ്ങൾക്ക് ഒരു താളബോധവും ഇല്ല. ചേച്ചി നിങ്ങൾ കേൾക്കണം, എന്റെ ചേച്ചിയെ കണക്കാണ് നിങ്ങളെ ഞാൻ കാണുന്നത്. ഇവള് പറഞ്ഞു കേട്ടാ, പാല് ഇറക്കാൻ പറയണ ബാബുവിനുണ്ട് ടൈമിങ്, പത്രം ഇടാൻ പറയണ സുരേഷിനുണ്ട് ടൈമിങ്, പഞ്ചായത്ത് പ്രസിഡന്റ് സോമേണ്ണനുണ്ട് ടൈമിങ്, ചെലവും കൊടുക്കണ മാപ്പിളക്ക് ടൈമിങ് ഇല്ല. ഇങ്ങനെ ടൈമിങ് മാത്രമല്ല ഇല്ലാത്തത്, ഒരു കാര്യത്തിന് ഒരു ഫ്ലോയും ഇല്ല. ഇപ്പൊ ചേച്ചിക്ക് എന്തായാലും കോമഡി മാസ്റ്റേഴ്സിൽ വരണം, പെർഫോം ചെയ്യണം. ചേട്ടൻ പറ്റത്തില്ല. നമ്മുടെ നാട്ടുകാരാണ് ചേച്ചി. കോട്ടയത്തിനകത്ത് എന്തായാലും കലാകാരന്മാർ ഇഷ്ടം പോലെ പേരുണ്ട്. ഇവിടുന്ന് നമുക്ക് ആരെങ്കിലും ചേച്ചിയുടെ കൂടെ പെർഫോം ചെയ്യാൻ റെഡി ആണെങ്കിൽ ദാ ഇപ്പം ഇവിടെ വെച്ച് ശ്വേത ചേച്ചി ഉണ്ട്, ഞാനും ഉണ്ട്, അഖിലും ഉണ്ട്. നമ്മൾ റെപ്രസെന്റ് ചെയ്ത് പറയുന്നു. എനിക്കത് അറിയണമല്ലോ. അല്ല ഞാൻ നിങ്ങൾക്ക് എന്താ പറയട്ടെ. എന്റെ പെണ്ടാട്ടിയിലൂടെ ഞാൻ ആരെങ്കിലും ഇവിടെ നനഞ്ഞാണെങ്കിൽ ഇന്ന് ഞാൻ അടിച്ചുറക്കും. അല്ല അങ്ങനെയല്ല, അടങ്ങണ്ട അണ്ണ, അത് ചേച്ചിക്ക് ആഗ്രഹമല്ലേ? അതായത് എന്റെ ആഗ്രഹം ചേട്ടൻ വാ, ഞാൻ പറയാം. അതായത് ചേട്ടൻ, ഒന്ന് മതി. അതായത് ചേട്ടാ, ഇവിടുന്ന് ആർക്കെങ്കിലും ചെയ്യാൻ പറ്റൂന്ന് നമ്മൾ ആദ്യം ഒന്ന് നോക്കട്ടെ. അപ്പൊ നല്ലതായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ ചേച്ചിയായിട്ട് ഒന്ന് വന്ന് അവിടെ പെർഫോം ചെയ്തിട്ട് പോട്ടെ. കുഴപ്പമില്ല, കുറച്ചേരം ഇവരെ രണ്ടുപേരെ അടുത്ത് നോക്കാം. മാറുമോ? ചേട്ടാ നമുക്ക് പട്ടി പറ്റി കിടക്കണ എന്തര് കുഴപ്പമില്ല, നമുക്ക് നോക്കാം. ഒരു കാര്യം ചെയ്യാം, ഈ ചേച്ചിക്ക് എന്തായാലും പെർഫോം ചെയ്യാൻ താല്പര്യമുണ്ട്. കോട്ടയത്ത് നിന്ന് ഇപ്പം ഇവിടെ വെച്ച് ആർക്കെങ്കിലും ഇതുപോലെ മിമിക്രി ചെയ്യാൻ താല്പര്യമുള്ളവരോ അല്ലെങ്കിൽ സ്കിറ്റ് ചെയ്യാൻ അഭിനയിക്കാനൊക്കെ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ മുന്നോട്ടേക്ക് ഞാൻ പറയാം. നമുക്ക് ഓരോരുത്തരെയും വേണമെങ്കിൽ നോക്കി സെലക്ട് ചെയ്ത് നോക്കാം. ഈ സാർ ആണെങ്കിൽ പലപ്പോഴായിട്ട് പെർഫോം ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു. വേണ്ട 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 വേണ്ട. ആരെങ്കിലും പാട്ട് പാടുന്നവരുണ്ടാ? നമുക്ക് ഇവിടെ നല്ല അങ്ങോട്ടേക്ക് പോയാലോ? വാ. ആരെങ്കിലും കോമഡി പറയുന്നവരുണ്ടാ? കോമഡി അവിടെ നോക്കിക്കേ, വെള്ളച്ചേട്ട കൊറേ ചേട്ടന്മാര്. കോമഡി പറയണ ആരെങ്കിലും ഉണ്ടാ? ആരെങ്കിലും വരുമോ എന്റെ കൂടെ കോമഡി മാസ്റ്റേഴ്സിൽ പോവേ? വെള്ള ഷർട്ട് ഇട്ട് ഇങ്ങനെ അടുക്കി ഇരിക്കുന്ന കണ്ടില്ലേ എത്ര പേരുണ്ടെന്ന്? നിങ്ങൾ കോമഡി പറയൂ അണ്ണാ? ഇല്ലേ, നിങ്ങൾ പറയൂ. ബാബാ ഇങ്ങ് വാ, അടുത്ത നമുക്ക് നോക്കാം. വെള്ള ഷർട്ട് മാത്രമേ കോമഡി ഒന്നുമില്ല. കോമഡി പറയൂ ആരെങ്കിലും? നിങ്ങൾ എന്തൊരു പുഴുവാന്നേ പിടയ്ക്കുന്നത് കിടന്ന കണ്ടിട്ട് ചന്ദ്രജി മാന്യൻ ആര് വന്നാലും ഞാൻ വരുമോ മാമ കോമഡി മാസ്റ്റേഴ്സില്? മാമ എവള് കടിക്കും, പോവല്ലേ? കണ്ട നല്ല മാന്യൻ ലുക്ക്. വരുവോ എന്റെ കൂടെ കോമഡി പറയാൻ? കോമഡി അത്രയും പറയല്ല, അറിഞ്ഞൂടെ അല്ലേ? മോഹൻലാലിനെ പോലെ എന്തൊരു ചെയ്യും? ആരെങ്കിലും ഒരു ചെറുപ്പക്കാരെങ്കിലും ഉണ്ടോ? ചെറുപ്പക്കാരും ഇല്ല. അങ്ങനെ ഞാൻ ചമ്മൂല. ബാടാ മോനെ, നിനക്ക് വേണോ? മക്കളെ നീ കോമഡി പറയോടാ? കോമഡി പറയോ? എന്തൊരു കോമഡിയാണ് പറയണത്? ഒന്ന് പറഞ്ഞു കാണിച്ചു തരുമോ? അവനാ നിപ്പിൽ തന്നെ ഉണ്ട് കോമഡി. നിനക്ക് ഞാൻ എന്ത് ദ്രോഹം ചെയ്തടാ? എന്തെങ്കിലും നിനക്ക് നിന്നെ ഇച്ചിപ്പോന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ കൊച്ചിനെ അർപ്പിക്കാതെ തന്നെ അങ്ങോട്ട് മാറി നിക്കി. കോമഡി എന്ന് പറഞ്ഞൊരു പെണ്ണ് വന്ന് വിളിച്ചപ്പോ ഉടനെ നീ കൂടെ പോടാ, കുടുംബം കലക്കാനായിട്ട്. കരയല്ലേ, പോട്ടെ. ആരെങ്കിലും ഉണ്ടോ? പറയോ അപ്പി കോമഡി? പറയോ കോമഡി? എനിക്ക് ഒരാളെ കിട്ടി. അയ്യോ കിട്ടി കിട്ടി, നമുക്ക് കിട്ടി. ഓടിവാ ഓടിവാ. പ്രിയ സുഹൃത്തുക്കളെ, ചരിത്ര നിമിഷത്തിലൂടെയാണ് നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ആദ്യമായിട്ട് കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിൽ ഏടാ ഇവൻ പൊളിക്കുന്നു. ഇവന് വൻ പവർ. ഹലോ, പേരെന്താ? എന്റെ പേര് സൂരജിത്ത് സുരേഷ്. സൂരജിത്ത് കോട്ടയംകാരുടെ പവർ കണ്ടോ? ഇതൊക്കെ പറഞ്ഞു നിന്ന് എന്തും ചെയ്യാൻ റെഡിയാണ്. അത് ഉറപ്പായിട്ടും ഇവർക്ക് കൊടുക്കുന്നതിലും കുറച്ചും കൂടെ 2 മടങ്ങ് കൈകളിയും കൂടെ എനിക്ക് തരണം. ഒരു റിക്വസ്റ്റ് ആണ്. കാരണം വേറൊന്നുമല്ല, എന്റെ വീട് ഇവിടെ കുറവലങ്ങാടിനടുത്തുള്ള കുറവലങ്ങാണ്ടും മരങ്ങാട്ടുപള്ളിക്ക് അടുത്തുള്ള സ്ഥലത്താണ്. ആരെങ്കിലും ഉണ്ടോ? കുറവലങ്ങാട്ടുകാരെങ്കിലും ഉണ്ടോ? ഇല്ലേ? ഏറ്റുമാനൂരുകാരുണ്ടോ? ഏടിക്ക്. താങ്ക് യു. ആ, ഞാനിവിടെ ചേച്ചിക്ക് പേരാകാൻ വന്നതാണ്. അപ്പൊ ആദ്യം പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ മിമിക്രി. എടാ ഇവന് ഫുൾ അറിയാവുന്നതാണെന്ന് തോന്നുന്നു. നോക്കട്ടെ, കേക്കട്ടെ, നമുക്കൊരു സാമ്പിൾ നോക്കാം. ആദ്യം തന്നെ നമ്മുടെ ബാലച്ചേട്ടന്റെ വോയിസ് എടുക്കാം. ബാലച്ചേട്ടൻ എല്ലാവർക്കും അറിയത്തില്ലേ? ബാലചേട്ടനെ ഇറക്കി നമ്മളോട് പാല് ഇറക്കാൻ പറഞ്ഞ ബാലചേട്ടൻ. അതല്ല, ഇത് വേറെ ബാലച്ചേട്ടൻ. സൗണ്ട് കേൾക്കുമ്പോൾ മനസ്സിലാവും. ബാലച്ചേട്ടൻ ഇവിടെ വരുവാ. ഓക്കെ. എല്ലാവർക്കും വണക്കമുണ്ട്. വളരെ സന്തോഷമുണ്ട്. ഇരിക്കുന്ന ആളൊക്കെ ഉണ്ടോ? ശ്വേത ചേച്ചി, തക്കുടി മോൾ ശ്വേത ചേച്ചി നമ്മുടെ അമ്മയുടെ പ്രസിഡന്റ് ആയില്ലേ? അതിൽ എനിക്ക് ഈഗോ അടിച്ച് ഞാൻ തമിഴ്നാട്ടിലെ പുതിയൊരു സംഘടന തുടങ്ങിയിട്ടുണ്ട്. തങ്കച്ചി അസോസിയേഷൻ. അതിൽ വരുമോ പ്രസിഡന്റൊക്കെ? പിന്നെ അവിടെ ആനി ചേച്ചി,
ആനി ചേച്ചി അവിടെ ഒരു എന്നെ കുക്കറി ഷോ ഇത് പായസം കുക്കറി ഷോ ആനീസ് കിച്ചൺ. ആനീസ് കിച്ചൺ. ആ പേരാണോ ചോദിച്ചത്? അതിൽ ഒരു കീഗോ അടിച്ച് ഞാൻ തമിഴ്നാട്ടിലെ ഒരു പരിപാടിയുണ്ട് ബാലാസ് കിച്ചൺ. വരുമോ? പിന്നെ ഞാനൊരു പാട്ട് പാടട്ടെ, ശ്രുതി ശരിയാകുമോ? ഒരു ശ്രുതി. ചെമ്പകപ്പൂങ്കാറ്റിലെ ചിത്രമണി പൊയ്കയിൽ കണ്ടു നാനൊന്ന് ശ്വേതാമേനോന്. എപ്പടി ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട് ബാലകരയുടെ പേരാകാൻ കൊള്ളുവോ? അത്രയൊന്നും കൊള്ളില്ല, കുഴപ്പമില്ല. എനിക്കട്ട് കോമഡിയൊന്നും ഇല്ല. ഓ എന്നാ പിന്നെ നമുക്ക് നമ്മുടെ സുരേഷ് ഏട്ടനെ വിളിച്ചാലോ? സുരേഷ് ഗോപി സാർ. സുരേഷ് ഗോപി സാർ. ശരി, സുരേഷ് ഏട്ടന്റെ സൗണ്ടും കൂടെ കേട്ട് നോക്കാം. എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം കോമഡി മാസ്റ്റേഴ്സിൽ പോണോ പാട്ടും കൊണ്ട് അതെ. സൂപ്പർ സ്റ്റാറിൽ പോണോ. അതെ. നിങ്ങളൊക്കെ ആരാ? നിന്നെ ആരാ ഇവിടെ വിളിച്ചത്? കൈയടിക്കാൻ പാടില്ല, കൈയടിക്കാൻ പാടില്ല. കൈയടിച്ചു. എന്റെ മകനെ നിങ്ങൾ കൈയടിച്ച് കൂട്ടിക്കൊന്നു. ഞങ്ങൾ അനാഥരാണല്ലേ? ഗുണ്ടകളാണോ? ഗുണ്ടകളാണോ? അല്ലല്ലേ? പ്രണയനില പൊഴകിറതേ. നീ ചിരിക്കരുത് മോനെ, നീ ചിരിക്കരുത്. ഇവിടെ വരുന്ന എല്ലാവരെയും നീ അയ്യോ മോനെ സ്തുതിയില്ല സംഗതിയില്ല എന്ന് പറഞ്ഞു മതി. പൊളി പൊളി സൂപ്പർ. Thank you, thank you. ഇപ്പൊ കൈയോടെ പൊക്കിക്കൊണ്ട് പോയാലോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇത്രയും പെർഫോമൻസ് കണ്ടിട്ട് ചന്ദ്രയ്ക്ക് എന്ത് തോന്നി? ഓക്കെ ആണോ? പിന്നെ ഇത് മതി, ഉറപ്പാണോ? മതി. പക്ഷെ ഇവിടെ എന്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളല്ല ഇത് ചേട്ടനെ നമ്മൾ മൈൻഡ് ചെയ്യണ്ട, നമ്മളല്ലല്ലോ ഇത് തീരുമാനിക്കേണ്ടത്. അതായത് കോമഡി മാസ്റ്റേഴ്സിന്റെ പ്രമാണി എന്ന് പറയുന്നത് നമ്മുടെ ശ്വേത ചേച്ചിയാണ്. അപ്പൊ ശ്വേത ചേച്ചി ഒന്ന് ജോയിൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ തീരുമാനം ഇവിടെ വെച്ച് തന്നെ സെലക്ട് ആകോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് പറയാം. ആദ്യമായിട്ടായിരിക്കും നമ്മൾ ഇങ്ങനെ ഒരു പെർഫോമൻസ് ലൈവായിട്ട് കണ്ടിട്ട് ഇവിടുന്ന് നമുക്ക് കൊണ്ടുപോകണോ വേണ്ടയോ എന്നുള്ള ഒരു ഇതിൽ നമ്മൾ നിൽക്കുന്നത്. ഇവിടെ ബാറ്ററി ചാർജ് ആവും, നമുക്ക് കൊണ്ടുപോവാം. ഉറപ്പിച്ചു? Thank you. എങ്കിൽ നമ്മളിതാ കൊണ്ടുപോവുകയാണ് സൂര്യജിത്തിനെ നമ്മുടെ കോമഡി മാസ്റ്റേഴ്സ് വേദിയിലേക്ക്. ഇവിടുത്തെ ഈ ആഘോഷം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി കാണാൻ പോകുന്നത് സൂര്യജിത്തിനെ കോമഡി മാസ്റ്റേഴ്സിൽ. വെൽക്കം. താങ്ക് യു. അത് ആദ്യം തന്നെ കൺഗ്രാജുലേഷൻ ചേച്ചി. അമ്മയുടെ പ്രസന്റായിൽ ഒരുപാട് താങ്ക് യു. എന്നെ കൂടെ കൊണ്ടുപോകാൻ പറ. മാമ ഇടയ്ക്ക് കാണാൻ വന്നോ വേണമെങ്കിൽ? ഞാനും കൂടി വരക്കാം. എവിടെ? മറ്റെന്തൊരു മാസ്റ്റേഴ്സിനാ കുട പിടിക്കാൻ അറിയാമോ? അറിയാം, ഇങ്ങനെ പിടിക്കും. മേക്കപ്പ് ചെയ്യാൻ അറിയാമോ? അറിയാം, ഇങ്ങനെയൊക്കെ ആക്കി തരും. ആഹാരം കൊണ്ട് തരാൻ അറിയാമോ? അറിയാം, ഇങ്ങനെ വാരി തരും. എന്നാ പിന്നെ വാ പോവാം. പോവാ. പോണേ. അവിടെ കാണാം.